പ്രശസ്ത ചലച്ചിത്ര താരവും ഇന്ദ്രജിത്ത് പൃഥ്വിരാജിൻ്റെ അമ്മയുമായ മല്ലിക സുകുമാരൻ തനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. അത് ചിലർക്ക് ഇഷ്ടപ്പെടാം, മറ്റു ചിലർ ഇഷ്ടപ്പെടാതിരിക്കാം. സുഖിപ്പിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് അവരുടെ സ്വഭാവമാണത് എന്ന് വിചാരിച്ച് എല്ലാവരെക്കുറിച്ചും മോശമായ രീതിയിൽ പറഞ്ഞു നടക്കാറുമില്ല. ഇപ്പോൾ ഇത് പറയാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ മല്ലിക സുകുമാരൻ ചില കാര്യങ്ങൾ, ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു ചാനലിലൂടെയും മറ്റും. അത് ചിലർക്ക് ഇഷ്ടമായില്ല. ചിലരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പുറകിലേക്ക് പോകേണ്ടത്. ആദ്യമായി ഇപ്പോഴത്തെ താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ അതിൽ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയ ഒരാൾ മത്സരിക്കാൻ പാടില്ല എന്ന് തുറന്നു പറയുകയുണ്ടായി. അതുമാത്രമല്ല, അതിന് ഒരു ഗ്രൂപ്പ് പോലെ നിന്ന് പ്രവർത്തിച്ചു. ഒടുവിൽ അത് നോമിനേഷൻ കൊടുത്ത ആൾക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. അത് പലരും സമ്മതിച്ച കാര്യമാണ്. ഇലക്ഷൻ മത്സരിക്കുന്ന ജയിച്ച കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ, അതായത് മല്ലിക സുകുമാരൻ അടക്കം വോട്ട് കുക്കുവിന് ജയിച്ചിട്ടുള്ളത്. അധികാരം കിട്ടിയപ്പോൾ മല്ലിക മോശക്കാരി എന്ന് പറഞ്ഞാൽ വേറെ തരത്തിലല്ല, അത് വേറെ ഫ്ലാഷ് ബാക്ക് കൂടിയുണ്ട്. ഈ സ്ത്രീകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇവിടെ മോഹൻലാലുള്ളപ്പോൾ. ആ കമ്മിറ്റി 3 പേരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. 1 കുക്കു പരമേശ്വരൻ, 2 KPSC ലളിത, 3 പൊന്നമ്മ ബാബു. ഈ 3 പേരാണ് ചേർത്ത് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുദ്ദേശം എന്താ? പുരുഷന്മാരോട് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ സ്ത്രീകൾക്ക് കഴിഞ്ഞു വരില്ല. അങ്ങനത്തെ വിഷയങ്ങളാണ്. അപ്പോൾ തങ്ങൾക്കുണ്ടായ ശാരീരികമായിട്ടുള്ള, സെക്സ് സംബന്ധമായിട്ടുള്ള, അവഹേളന സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരോട് തുറന്നു പറയാം. അങ്ങനെ പറയാൻ വേണ്ടി ഇവർ 3 പേരും പിന്നെ ഒരു 10-12 നടികളും ഒരു ഹോട്ടലിൽ ഒരുമിച്ച് കൂടി അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. പലരും ഹൃദയവേദനയോട് തന്നെ പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ 2 ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള അവർ തന്നെ ചോദിച്ചു, എന്തിനാണ് ഷൂട്ട് ചെയ്യേണ്ട ആവശ്യം? ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പോൾ അതിനന്ന് കൊടുത്ത മറുപടി, ഇത് ഷൂട്ട് ചെയ്യുന്ന രേഖയാണ്. നമ്മളിത് മറ്റുള്ളവരെ ഏൽപ്പിക്കുമ്പോൾ ഈ രേഖ വേണ്ടേ? ഇപ്പോൾ കോടതിയിൽ പോകാനും രേഖ വേണ്ടേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് വർഷം മുമ്പാണ്. പക്ഷേ അത് ഷൂട്ട് ചെയ്തിട്ട് ആരുടെ കൈകളിലും അത് എത്തിയിട്ടുണ്ടായില്ല. കാരണം അതിനുശേഷം ഒന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി. ആ ഹേമ കമ്മിറ്റിക്ക് ഇത് കൈമാറുമെന്ന് വിചാരിച്ചെങ്കിലും അതുണ്ടായില്ല. അന്വേഷിച്ചപ്പോൾ അതിൽപ്പെട്ട ചില നടികൾ പറഞ്ഞ കാര്യം ഇതാണത്. അവർ ഞങ്ങളോടിത് പറഞ്ഞ് ഷൂട്ട് ചെയ്തത് അവർക്ക് വേറൊരു നടൻ, സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, അയാളെക്കുറിച്ച് പറയുമെന്നും അത് റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് അതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവർ പറഞ്ഞ കൂട്ടത്തിലൊന്നും ആ നടൻ്റെ പേരും ഉണ്ടായില്ല. വേറെ നടന്മാരെക്കുറിച്ചാണ് പറഞ്ഞത്. അതാകട്ടെ പുറത്ത് പറയാനും പറ്റില്ല. അവർക്കൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു എന്നും പറയപ്പെടുന്നു. അത് മറുതൽക്കാലം. പിന്നീട് ഈ അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ പ്രശ്നം വരുന്നത്. ഈ വീഡിയോ പലർക്കുമെതിരെ മിസ്യൂസ് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെതിരെ നിന്നൊരു വിഭാഗം. അപ്പോൾ 2 വിഭാഗം തമ്മിലായി. ഒടുവിൽ അത് കോടതിയിലേക്കും പോകേണ്ടി വന്നു. പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്താ? ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്ന് 2 കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാം. ഏതാ 2 കാര്യങ്ങൾ? ഒന്ന്, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്ത ശ്വേതാ മേനോനെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെട്ടൊരു മാന്യൻ ഒരു കേസ് കൊടുത്തു. പോലീസ് സ്റ്റേഷൻ കൊടുത്തെങ്കിലും അവർ അംഗീകരിച്ചിട്ടില്ല. അവസാനം ചില വകുപ്പുകൾ വെച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവിട്ടു, ജാമ്യമില്ല, വാറണ്ട് അയച്ചു. അത് ഇവിടെ ചാനലുകളെല്ലാം കൊട്ടിഘോഷിച്ചു, യൂട്യൂബേഴ്സും കൊട്ടിഘോഷിച്ചു. ആകെ നാണക്കേടും മാനക്കേടുമായി. വേറൊരാളാണെങ്കിൽ ഇങ്ങനെ പരസ്യമായിട്ട് വരുമായിരുന്നില്ല. അന്ന് തന്നെ ചിലരൊക്കെ പറഞ്ഞു ഇത് ബോധപൂർവം ചെയ്യിച്ചതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം എതിർ സ്ഥാനാർത്ഥി, ശ്വേതയുടെ എതിർ സ്ഥാനാർത്ഥി ദേവനാണ്. അപ്പോൾ ദേവന് മുൻതൂക്കം വന്നപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി കുറേ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി, സഹതാപ വോട്ടുകൾ ലഭിക്കാൻ വേണ്ടി ശ്വേതയ്ക്ക് വേണ്ടി ആരോ ചെയ്തതാണ് എന്നുള്ളൊരു പ്രചരണം നടന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു,
ശ്വേതടക്കമുള്ളവർ കുക്കു ആൾക്കാർ ജയിച്ചു വന്നപ്പോൾ അവിടെയാണ് പിന്നെ നമ്മൾ വീണ്ടും ഇവിടെ മല്ലിക സുമാനിലേക്ക് പോകുന്നത്. ഞങ്ങളെ വോട്ട് ചെയ്തവർ ജയിച്ചല്ലോ എന്ന സന്തോഷം മല്ലികയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചില കാര്യങ്ങൾ വന്നത് ഈ രണ്ട് അന്വേഷണം വേണം എന്നുള്ളതാണ്. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇത് അന്വേഷിക്കണമെങ്കിൽ ഈ വീഡിയോ എവിടെ, ആരുടെ കയ്യിലാണ്, അതിലെന്തൊക്കെയുണ്ട്, അത് മിസ്യൂസ് ചെയ്തോ എന്നൊക്കെ പരിശോധിക്കാനും വേണ്ടി ഒരു 3 പേരുടെ കമ്മിറ്റി വേണമെന്ന് നിർദ്ദേശം വന്നു. ആ നിർദ്ദേശം വെച്ച 3 പേരുകൾ ഒരു വിഭാഗം വെച്ചു. അതിൽ മല്ലിക സുകുമാരൻ, ദേവൻ, പിന്നെ നമ്മുടെ ജഗദീഷ്, ഈ 3 പേരുടെ പേരുകളാണ് വെച്ചത്. അത് ഈ ഭരണകക്ഷി സ്ഥാനത്തിരിക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടമായില്ല, കുക്കുവിന് ഇഷ്ടമായില്ല. അങ്ങനെ ഇഷ്ടമായ കുക്കു പറഞ്ഞു അവരൊക്കെ വിടുവായിത്തരം പറയുന്നവരാണ്, ചാനലുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അതെല്ലാം അവർ വിളിച്ച് പറയും, അതുകൊണ്ട് ഇവരെ വേണ്ട എന്ന നിലപാടിലാണ് എത്തിച്ചേർന്നത്. ഇതപ്പോൾ തന്നെ ഫ്ലാഷായി, ഓൺലൈനിൽ വന്നു, ഈ ചാനലിൽ വന്നു, ഒക്കെ ഫ്ലാഷായി. ഈ ഫ്ലാഷായപ്പോൾ അവിടെയാണ് ഈ മല്ലിക സുകുമാരൻ പൊട്ടിത്തെറിച്ചത്. 2 കാര്യം ഉണ്ടായിരുന്നു പറഞ്ഞ കൂട്ടത്തിൽ. പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ് ചാനലിൽ, വോട്ട് കിട്ടാൻ വേണ്ടി, വോട്ട് ചെയ്യാൻ വേണ്ടി, ആ വോട്ട് എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് എൻ്റെ കയ്യും കാലും പിടിച്ചവളാണ് കുക്കു പരമേശ്വരൻ. ആ കുക്കു പരമേശ്വരൻ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിടുവായിത്തരം പറഞ്ഞു, എന്നെ വേണ്ട എന്ന് പറയുന്നത്. അത് പറയാനാണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു പക്ഷവും ചേർന്നിട്ടില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന പക്ഷത്താണ് ഞാൻ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ആ നോമിനേഷൻ, സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്ത ബാബുരാജ് നോമിനേഷൻ പിൻവലിക്കണം, നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും. ഇവിടെ എനിക്ക് പക്ഷമില്ലാത്തത് കൊണ്ടാണല്ലോ ഞാനിവിടെ കുക്കു പരമേശ്വരൻ പോലുള്ളവർ ജയിച്ചു വരണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷെ അവർ ജയിച്ചു വന്നപ്പോൾ അവരുടെ സ്വഭാവ രീതി മാറി. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ചർച്ച വന്നത്. ആ ചർച്ചയ്ക്കിടയിൽ തന്നെ മല്ലിക സുകുമാരൻ വേറൊരാളെക്കുറിച്ച് പറയുന്നുണ്ട്, മേജർ രവിയെക്കുറിച്ച് പറയുണ്ടായി. മേജർ രവി അതായത് പല പാർട്ടികളിൽ ചാടി നടന്ന ഒരാളാണ് മേജർ രവി. ആ മേജർ രവി എൻ്റെ മകൻ്റെ സിനിമ എമ്പുരാൻ വന്നപ്പോൾ ആദ്യം നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നീട് അത് കുറേ വിഴുങ്ങിയിട്ട് അത് മോഹൻലാൽ ആ സിനിമ കണ്ടിട്ടില്ല, എല്ലാം പൃഥ്വിരാജിൻ്റെ തന്നിഷ്ടത്തിന് ചെയ്താണ് ഇതിൽ സംസാരം ഉണ്ടായി. അതിനെക്കുറിച്ച് വാക്കുവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യവും ഇവിടെ മല്ലിക സുകുമാരൻ പറഞ്ഞു. അന്ന് കള്ളത്തരമാണ് മേജർ രവി പറഞ്ഞിട്ടുള്ളത്. അപ്പം മേജർ രവിയെ ചർച്ചയിൽ വിളിച്ചപ്പോൾ മേജർ രവി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ പല പാർട്ടികളിൽ ചാടി കളിച്ചൊന്നും പോയിട്ടില്ല. കോൺഗ്രസ്സുകാർ എനിക്ക് സ്വീകരണം തന്നിട്ടുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടില്ല. പക്ഷെ എനിക്കൊരു ഒരു പാർട്ടിയേ ഉള്ളൂ, ഞാനിപ്പോൾ BJP കാരാണ്. BJPയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ചുമക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അത് മുൻപ് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മല്ലിക ചേച്ചി പിൻവലിക്കേണ്ടതല്ലേ? പിന്നെ മല്ലിക ചേച്ചിയോട് ഞാൻ ഏറ്റുമുട്ടാനില്ല, ഞാൻ അവരോട് എന്ത് കാരണം ഇനി മേലാൽ മല്ലിക ചേച്ചി ഈ ചർച്ചയിലുണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്, ഞാൻ ഒരു രീതിയിൽ മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. മറ്റൊരു കാര്യം പറഞ്ഞത് ഞാൻ എമ്പുരാൻ്റെ കാര്യമാണ്. ആ എമ്പുരാൻ പറഞ്ഞ കാര്യത്തിൽ ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. മോഹൻലാൽ ആ സിനിമ കണ്ടിട്ടില്ല എന്ന്, അത് സത്യമാണ്. അത് വീണ്ടും അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ, മോഹൻലാൽ ഇതുവരെ തുറന്നിട്ടില്ല. മേജർ രവി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വിവാദപരമായ ഒരു കാര്യത്തിലും മോഹൻലാൽ ഇടപെട്ടിട്ടില്ല, സിനിമ പോലും കണ്ടിട്ടില്ല. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടതല്ലേ? അവസാനിപ്പിക്കണമെങ്കിൽ ഒരാൾ തുറക്കണം, സാക്ഷാൽ മോഹൻലാൽ തുറക്കണം. മോഹൻലാൽ ഇത്രയും വലിയ പ്രോജക്റ്റായ എമ്പുരാൻ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് ഉറപ്പ് പറയാൻ മേജർ രവി ആരാണ്? ഇതിനൊക്കെ ഉത്തരം വേണ്ടേ? ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു പോകേണ്ടതാണോ? പുതിയ സിനിമ കാണണ്ടേ? പുതിയ സിനിമ ചെയ്യണ്ടേ? പുതിയ വാഗ്വാദങ്ങൾ ഉണ്ടാക്കണ്ടേ? അതുകൊണ്ട് മേജർ രവി മോഹൻലാലിൻ്റെ വക്താവായി നിന്നുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ എമ്പുരാൻ കണ്ടിട്ടില്ല എന്നുള്ളത്. പന്ത് മോഹൻലാലിന് ഇട്ടു തരുന്നു, അടിക്കാം, ഗോളടിക്കാം, ഔട്ടാക്കാം.